ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക്രിപ്റ്റ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടെസ്റ്റ് നെറ്റ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് OITസും കുറച്ച് എയർ ഡ്രോപ്സിൻ്റെയും വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഏറ്റവും ആദ്യം ഷെയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്യൂവൽ നെറ്റ്വർക്കിൻ്റെ ടെസ്റ്റ് നെറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നോക്കി നോക്കാം. പലപ്പോഴും പലരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഫ്യൂവലിൻ്റെ ടെസ്റ്റ് നെറ്റ് എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, കംപ്ലീറ്റ്ലി ടെസ്റ്റ് നെറ്റ് ആണ്. അപ്പോൾ റിയൽ ക്യാഷ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ ടോപ്പിക്കിൽ കിടക്കുന്നതിന് മുന്നേ കുറച്ച് OITസും കുറച്ച് വേറെ എയർ ഡ്രോപ്സിൻ്റെയും കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തേർഡ് വെബ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വാലറ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ സ്ഥിരമായി ടെസ്റ്റ് നെറ്റും ട്രാൻസാക്ഷനും എയർ ഡ്രോപ്പ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഏതെങ്കിലും നെറ്റ്വർക്കിൻ്റെ മുകളിൽ കോൺട്രാക്ട്സ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഒരു പാക്ക് കിട്ടുന്നതാണ്. ഞാൻ ഏതായാലും അത് ക്ലെയിം ചെയ്തു. അത് ഓപ്പൺ ചെയ്തിട്ടില്ല, ലൈവായിട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എത്തേറിയം വരെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. സിഗ്നേച്ചർ മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ സൈൻ ഇൻ ചെയ്യുകയാണ്. ഓപ്പൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നും വരുന്നില്ല. ഒന്നുകൂടി ഓപ്പൺ ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. വീണ്ടും സൈൻ ഇൻ ട്രാൻസാക്ഷൻ ചോദിക്കുമായിരിക്കും തോന്നുന്നു. ഓക്കെ, വെബ്സൈറ്റ് കുറച്ച് എന്താ പറയുക, സ്ലോ ആണ്. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം, അത് വന്നോളും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തേന്ന് വേണമെങ്കിൽ വിൻ ചെയ്യാവുന്ന സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ സ്പേസ് ഐഡിയുടെ ഒരു OIT ക്ലെയിം ചെയ്യാണ്ട് ഓൾറെഡി നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഫോളോവേഴ്സ് ആക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ട്വിറ്ററിലൊക്കെ ഡിസ്കോഡിലൊക്കെ. ഇതിൽ സ്പേസ് ID ഡാവോ ഡെലഗേറ്റ് അപ്ലിക്കൻ്റ് ആവണം നമ്മൾക്ക്. അത് 28-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൽ പോയിട്ട് സൈൻ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ത്രെഡിന് റിപ്ലൈ കൊടുക്കണം. 28-ാം തീയതിക്ക് മുമ്പ് ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് യുവർ RB അല്ലെങ്കിൽ BNB നെയിം, എന്താണ് നിങ്ങളുടെ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള വ്യൂ, എങ്ങനെ നിങ്ങൾ ഈ ഒരു സ്പേസ് ഐഡിയുടെ കമ്മ്യൂണിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ Web3 എക്സ്പീരിയൻസും അതിൻ്റെ അച്ചീവ്മെൻറ്റും സ്കില്ലൊക്കെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇതേപോലെ ഇവരൊക്കെ എഴുതിയ പോലെ തന്നെ കൊടുത്താലും മതിയായിരിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. 28-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടപാടെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു വയ്ക്കുക. എത്രയും പെട്ടെന്ന് ഇത് ക്ലെയിം ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് എയർ ഡ്രോപ്പ് സീസണിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ OITs ക്ലെയിം ചെയ്ത ആൾക്കാർക്കൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എയർ ഡ്രോപ്പ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ IDയുടെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ $1 വരെ ഇന്നും രാവിലെയും കൂടിയും പോയിരുന്നു. ഏകദേശം $1 മേലെ പോയിരുന്നു. അവിടെ വീണ്ടും താഴത്തേക്ക് വന്നിട്ട് 90 സെൻസ് ആയിട്ടുണ്ട്. അത് സീനില്ല. എന്നാലും നമുക്ക് എയർ ഡ്രോപ്പിലൂടെ കിട്ടിയ ടോക്കൺസ് ആണ്. നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് റൗണ്ട് 1 എല്ലാവരും കിട്ടിയിട്ടുണ്ട്. റൗണ്ട് 2 ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആദ്യത്തേൽ നോർമൽ എയർ ഡ്രോപ്പ്, രണ്ടാമത്തേൽ നിങ്ങൾ ഒരു ID വാങ്ങണം. ID വാങ്ങിയിട്ട് സെക്കൻഡിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ IDs ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിൻറ്റ്സ് കൂടുതൽ കിട്ടും. ആ പോയിൻറ്റ്സ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ടോക്കൺസ് എയർ ഡ്രോപ്പ് കിട്ടുക. അപ്പോൾ ഇതിലേറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊന്നും പറയുന്നത്, ഒന്ന് ഈ 100K ക്ലബിലുള്ളിൽ മാക്സിമം നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷ് നൗൺസിൽ പോയിട്ട് മാക്സിമം നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ എക്സാമ്പിളിന് ഞാൻ കുറച്ച് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഡൊമൈൻസിൽ പോയിട്ട് ഇവിടെ കണ്ടില്ലേ ഏറ്റവും വിലക്കുറവിന് കുറച്ചുണ്ട്. നേരെ ഇത് അമർത്തും, ഒരു 5-6 ആഡ് ചെയ്ത് ഒറ്റയടിക്ക് മേടിച്ചിടും. ഒരു $10-12 ട്രാൻസാക്ഷൻ. അതേപോലെ തന്നെ ഞാൻ ചെയ്ത ട്രാൻസാക്ഷൻസ് ഞാൻ ഇവിടെ കാണിച്ചാൽ ഞാൻ ഏതൊക്കെ മേടിച്ചു എന്നുള്ളത്. ഞാൻ ചുമ്മാ അങ്ങനെ ഈ ഒരു രീതിയിൽ മേടിച്ചു കൂട്ടുക. ബ്ലറിൻ്റെ എയർ ഡ്രോപ്പ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ, ആ ഒരു സെയിം ടെക്നിക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇത് ഇത്രയും IDs ഞാൻ ഈ സ്വീപ്പ് ചെയ്തൊക്കെ ഉണ്ട്. ഞാൻ വാങ്ങിയത് 0.034-നും 35-നൊക്കെയാണ്. അതിപ്പോൾ ഇവിടെ വാങ്ങാൻ വേണ്ടി ഓഫേഴ്സ് കുറേ പേർ റിസീവ് ചെയ്തിട്ടുണ്ട്. ഓഫർക്ക് 27, 28, 38-നൊക്കെ ഉണ്ട്. ഇതൊക്കെ 27-നാണ് വാങ്ങിയേക്കണത്. ഓക്കെ, ഞാൻ നോക്കട്ടെ ലിസ്റ്റിങ്സിൽ, അല്ല ഡൊമൈൻസിൽ ഞാൻ എത്രയ്ക്ക് വാങ്ങിയാൽ നോക്കട്ടെ. ഓക്കെ, ഞാൻ 26-നൊക്കെയാണ് വാങ്ങിയത്. ഇത് 26. ഓക്കെ, ഞാനെല്ലാം 26-നാണ് വാങ്ങിയത്. എല്ലാം 20 ചോദിച്ചേക്കുന്നത് ഇപ്പോൾ 27-ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് വിടുന്നതാണ്. ഈ ഒരു കാര്യങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് വിടുന്നതാണ്. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്വിച്ച് ടു BNB ചെയിൻ. മാക്സിമം നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഇവിടെ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ എയർ ഡ്രോപ്പിനുള്ള എലിജിബിലിറ്റി കിട്ടും. അപ്പോൾ ഞാനൊരു ID വാങ്ങുകയും ചെയ്തു, വിൽക്കുകയും ചെയ്തു. ചെറിയ ഗ്യാസ് ഫീസ് പോവും, അത് സീനില്ല. നമ്മൾ വാങ്ങിയത് ഏതായാലും വിറ്റും പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആ രീതിയിൽ പോയിൻറ്റ്സ് കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഒരു ID ഇല്ലെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി കയറി ID ക്രിയേറ്റ് ചെയ്താൽ എന്താ എറർ വന്ന് നമുക്കത് പിന്നെ നോക്കാവുന്നതാണ്. ഇതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ മാക്സിമം ട്രാൻസാക്ഷൻസ് ചെയ്യാൻ നോക്കുക. അതേപോലെ ID ഇല്ലെങ്കിൽ ID ഇവിടെ വാങ്ങുക. അപ്പോൾ കറൻ്റ്ലി $1 ഈ ടോക്കൺ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈസി ആയിട്ടൊരു $100-300 നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. നല്ല രീതിയിൽ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ. 300 പോരാ, അതിൽ കൂടുതലാണ്. നമ്മുടെ റൗണ്ട് 1 പലർക്കും $1000, $1500 വർത്തായിട്ടുള്ള എയർ ഡ്രോപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. 500 മിനിമം എങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ചിലർക്ക് 100 കിട്ടിയിട്ടുണ്ട്, $5 ചിലവാക്കിയ ആൾക്കാർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക. അടുത്തെന്ന് പറയുന്നത് ARBDOGE AI എന്ന് പറഞ്ഞ ടോക്കണെ കുറിച്ച് ഞാൻ ഇന്നലെ ടെലഗ്രാം ഗ്രൂപ്പ് ഷെയർ ചെയ്തു. ഞാൻ അത് സ്കാം ടോക്കണാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ മെക്സെക്കിൽ, ഹോബിയിൽ, പിന്നെ ബിറ്റ്മാർട്ടിൽ,
എല്ലാ എക്സ്ചേഞ്ചസിലും ലിസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിക്ക എക്സ്ചേഞ്ചസിലും ലിസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പമ്പായിട്ടുണ്ട്. ഞാൻ ഇന്നലെ ക്ലെയിം ചെയ്യും. എനിക്ക് $10 ടോക്കൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. $10-15. ഇപ്പോൾ അത് $80 വർത്തായിട്ടുണ്ട്. $80-90. താല്പര്യമുള്ളവർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ആർബ് എയർഡ്രോപ്പ് എലിജിബിൾ ആയിട്ടുള്ള വാലറ്റ് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആർബിട്രം എയർഡ്രോപ്പ് കിട്ടിയവർക്ക് മാത്രമായിരിക്കും ഇത് കിട്ടുന്നുണ്ടാവുക. മിക്കവാറും അതാണ് ചാൻസ്. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ ലിസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹോബി, ബിറ്റ്മാർട്ടിലൊക്കെ വന്നിട്ടുണ്ട്. എൽ ബാങ്ക് ഒക്കെ മുന്നേ വന്ന് താല്പര്യമുള്ളവർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഫ്യൂവൽ നെറ്റ്വർക്കിൻ്റെ ടെസ്റ്റ്നെറ്റിൽ എങ്ങനെ പങ്കെടുക്കുക എന്നുള്ളത് നോക്കി നോക്കാം. വെബ്സൈറ്റിൽ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഓൾറെഡി ഇവർക്ക് എത്രയോ $1 million ഒക്കെ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ട്വിറ്ററിലുണ്ട്, പോയി നോക്കാവുന്നതാണ്. ട്വിറ്ററിൽ ഒരു ഏകദേശം 100K ഫോളോവേഴ്സിനടുത്തുണ്ട്. ടോപ്പ് പ്രൊജക്റ്റുകളും ആൾക്കാരൊക്കെ വരെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ട്വിറ്ററിൽ ഒരു പിൻ ചെയ്തിട്ടുണ്ട്, ബീറ്റ 3 ടെസ്റ്റ്നെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ ഒരു പേജിൽ പോയി നോക്കിയാൽ കിട്ടാവുന്നതാണ്. അതേതായാലും ഞാൻ വീഡിയോയിലും കവർ ചെയ്ത് തരാം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫ്യൂവൽ വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഫ്യൂവൽ വാലറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഞാനത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നേരെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മാനേജ് എക്സ്റ്റൻഷനിൽ പോവാം. അപ്പോൾ നമ്മൾ നേരെ മാനേജ് എക്സ്റ്റൻഷനിൽ പോയിട്ട് ഡെവലപ്പർ മോഡ് എന്നുള്ളത് കൊടുത്തിട്ട് ലോഡ് അൺപാക്ഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഫ്യൂവൽ വാലറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്റ്റൻഷനിലേക്ക് ആഡ് ആയിക്കോളും. അപ്പോൾ ഫ്യൂവൽ വാലറ്റ് ഇവിടേക്ക് ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഫ്യൂവൽ വാലറ്റ് പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവരുടെ സ്വാപ്പ് യൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലെൻഡ് ചെയ്യുക. പിന്നെ ഇവരുടെ ഫ്യൂവലിൻ്റെ മുകളിലുള്ള ഏതൊക്കെ ആപ്സ് ഉണ്ട് അതൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഇവരുടെ തന്നെ ഫോസറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും പുതിയൊരു അക്കൗണ്ട് എടുക്കട്ടെ. അത് ക്ലിക്ക് ചെയ്യാണ്, ക്രിയേറ്റ് ന്യൂ വാലറ്റ്. അപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ അഡ്രസ്സ് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തിട്ട് നേരെ ഫോസറ്റിൽ പോയിട്ട് പേസ്റ്റ് ഐ ആം നോട്ട് റോബോട്ട് എന്ന് കൊടുക്കുകയാണ്. ഗിവ് മീ ഈതർ. ഫ്യൂവൽ വാലറ്റിൻ്റെ മുകളിലേക്ക് ടെസ്റ്റ്നെറ്റ് ഈതർ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കിട്ടണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നോക്കാം. ടെസ്റ്റ് ഈതർ സെൻഡ് ടു വാലറ്റ് സി ഓൺ ഫ്യൂവൽ എക്സ്പ്ലോറർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സെൻഡ് ആയിട്ടുണ്ടോ ഇല്ല 37 seconds ഒക്കെ നമ്മുടെ വാലറ്റിലേക്ക് വന്നിട്ടുണ്ടോ നോക്കി നോക്കാം. ഈ വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0.5 ETH വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ആദ്യം പോയിട്ട് സ്വാപ്പിൽ പോയിട്ട് കണക്ട് ചെയ്തിട്ട് മാക്സിമം ടോക്കൺസ് റിക്വസ്റ്റ് ചെയ്യാം. വേറെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആഡ് അസെറ്റ്സ് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് അസെറ്റ്സ് കാണിക്കുന്നുണ്ട്. ആഡ് അസെറ്റ്സ് കൊടുക്കുന്നുണ്ട്. മിൻറ്റ് ചെയ്യാനുള്ള അസെറ്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്ത് മിൻറ്റ് അസെറ്റ്സ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. മിൻറ്റ് അസെറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള USDC ഡായും ഈത്തൊക്കെ വീണ്ടും കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അപ്രൂവ് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്രൂവ് കൊടുക്കുന്നു. അപ്പോൾ ഇവർ തന്നെ ടോക്കൺസ് ഫോസറ്റിൽ നിന്ന് മിൻറ്റ് ചെയ്തിട്ട് നമുക്ക് തരുന്നതാണ് USDT ഏതാച്ചാൽ ടോക്കൺസ്. നമുക്ക് ഏതെങ്കിലും വാലറ്റ് നോക്കി നോക്കാം. എത്രയും മാത്രമേ കാണിക്കുന്നുള്ളൂ. നമുക്ക് ഏതെങ്കിലും വെയിറ്റ് ചെയ്യാം. ഐ ഹാവ് റെഡ് ഗെറ്റ് സ്വാപ്പിംഗ്. അപ്പോൾ ഡായ് ടോക്കണൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാപ്പിൽ നമുക്ക് ഡായ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മാക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ടോക്കൺസ് കിട്ടും? മാക്സ് ഒന്നും കൊടുക്കുന്നില്ല. 0.05 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 0.05 സ്വാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ 74 ഡായ് കാണിക്കുന്നുണ്ട്. സ്വാപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു എത്രയത്തിൻ്റെ കറക്റ്റ് വിലയ്ക്ക് കാണിക്കണമെന്ന് തോന്നുന്നു. സാധാരണ ടെസ്റ്റ്നെറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വലിയ പ്രൈസ് ഡിഫറൻസ് ഒക്കെ കാണിക്കാറുണ്ട്. ഞാൻ സ്വാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാപ്പ് ആയിട്ടുണ്ട്. 450 ആയിട്ടുണ്ട്. ഇവിടെ ആയിട്ടുണ്ട്. ഈ പൂളിൽ പോയിട്ട് ലിക്വിഡിറ്റി കൊടുക്കുക. ആഡ് ലിക്വിഡിറ്റി. ഇതിൽ നിന്ന് ഒരു 100 ഡായ് കൊടുത്തിട്ട് 0.08 0.08 ഇവിടെ 100 കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് ലിക്വിഡിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്രൂവ്. ഓക്കെ. അപ്പോൾ ഞാൻ ലിക്വിഡിറ്റിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് അടുത്ത സ്വീലാൻഡിൽ പോയിട്ട് ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെപ്പോസിറ്റും ബോറോ ചെയ്യലാണ് ചെയ്യേണ്ടത്. ഫോസറ്റിൽ പോയിട്ട് നമുക്ക് ആദ്യം കുറച്ച് റിക്വസ്റ്റ് ചെയ്യാം. മിൻറ്റ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ബിറ്റ് കോയിൻ മിൻറ്റ് ചെയ്യണമെങ്കിൽ മിൻറ്റ് ചെയ്യാം. ആഡ് അസെറ്റ്. സിസ്റ്റത്തിൻ്റെ സ്ലോ ആണോ അതോ നെറ്റ്വർക്ക് സ്ലോ ആണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. കാരണം എൻ്റെ ഒരുപാട് ടാബും ആപ്ലിക്കേഷൻസും ഓപ്പൺ ആണ്. അപ്പോൾ അതിൻ്റെ സ്ലോനെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഏതായാലും 0.010 BTC മിൻറ്റ് ചെയ്യാനുള്ള കൊടുത്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കത് ലിക്വിഡിറ്റി കൊടുക്കാം. ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് ബോറോയും ചെയ്യാം. ഞാൻ USDC 300 USDC കൂടി മിൻറ്റ് ചെയ്ത് വയ്ക്കാം. എന്തെങ്കിലും ആവശ്യം വന്നാലോ. അപ്രൂവ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് രണ്ടും മിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഡാഷ്ബോർഡിൽ പോകാം. ഡാഷ്ബോർഡിൽ പോയിട്ട് സപ്ലൈ USDC എന്ന് കൊടുക്കുക. മാക്സ് കൊടുക്കുകയാണ്. അതിലൊരു 200 നമുക്ക് സപ്ലൈ ചെയ്യാം. അപ്രൂവ് കൊടുക്കുകയാണ്. അത് ഡെപ്പോസിറ്റ് ആയിക്കോളും. നമുക്ക് ഇനി ബോറോ എന്ന സെക്ഷനിൽ പോകാം. എനിക്ക് തോന്നുന്നു എൻ്റെ സിസ്റ്റം സ്ലോ ആണെന്നുള്ളത്. ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ അത് തന്നെയായിരിക്കും മിക്കവാറും. സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോറോ USDC എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ആകാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലായിരിക്കും. നമുക്ക് ഏതായാലും ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഇതിൽ എക്സ്ട്രാ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു വയ്ക്കുക. എല്ലാതും മിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതാത് കാര്യങ്ങൾ ചെയ്ത് വയ്ക്കുക. അടുത്തത് ഇവരുടെ ഈ ഒരു ഡാപ്സിൻ്റെ സെക്ഷൻ ഉണ്ട്. ഇതിൽ എല്ലാം ലൈവ് ഒന്നല്ല. ലൈവ് ആയിട്ടുള്ള ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ലൈവ് എന്ന് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ഓഡിറ്റ് ബിൽഡിംഗ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലൈവ് ആയിട്ടുള്ള ഏതൊക്കെ ആപ്പുകളാണോ വർക്ക് ചെയ്യുന്നത് അതൊക്കെ യൂസ് ചെയ്ത് നോക്കുക. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും.
ചെയ്തു വെക്കുക. ഇതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ സകലമാന കാര്യങ്ങളും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.